ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. തണുപ്പ് കാലാണ് അല്ലേ? അപ്പോൾ നമുക്കിന്നൊരു സൂപ്പ് ഉണ്ടാക്കി നോക്കിയാലോ? തണുപ്പ് കാലത്ത് നല്ല തണുത്തിരിക്കുമ്പോൾ സൂപ്പൊക്കെ ഉണ്ടാക്കി നല്ല ചൂട് സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രസമാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന സൂപ്പ് വളരെ ഈസി ആയിട്ടുള്ളൊരു സൂപ്പാണ്. ബ്രോക്കോളി സൂപ്പാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു സൂപ്പാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കണ്ടിന്യൂ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ബ്രോക്കോളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പാർട്ട് നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഇതുപോലെ 3-4 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് ചെറുതായി അരിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പൈൻ സീഡ്സ് ആണ്. ഇതിങ്ങനെ സൂപ്പിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പൈൻ സീഡ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഇല്ലാത്തവർക്ക് നമുക്ക് നമ്മുടെ ബദാമോ അല്ലെങ്കിൽ കാഷ്യൂനട്ടൊക്കെ ചെറുതായി അരിഞ്ഞിട്ടും എടുക്കാവുന്നതാണ്. ബദാം എടുക്കുന്നതെങ്കിൽ സോക്ക് ചെയ്ത് അതിൻ്റെ തോല് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഒരു സവാള തരി അരിയ. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കുക്കിംഗ് ക്രീമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഇവിടെ ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിലും എടുക്കാം. എങ്ങനെയാണ് നമ്മുടെ സൗകര്യം പോലെ എടുക്കാം. പക്ഷെ ഉപ്പിടുമ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കാം. കുക്കറിലിട്ടു. കുറച്ച് ഉപ്പിടാം. പിന്നെ ഞാൻ കുറച്ച് പെപ്പർ എടുത്തിട്ടുണ്ട്, കുരുമുളക്, പിന്നെ നമ്മുടെ അനിസീഡ്, നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം, പിന്നെ അതുപോലെ ഒരു പട്ടയുടെ കഷ്ണം, 2 ഗ്രാമ്പും. ഇതും കൂടെ നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് ആക്കാൻ വേണ്ടിയിട്ട് അതിലിട്ട് വേവിക്കേണ്ടതാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് അതിലിട്ടിടുക. ഇനി വേവിച്ചെടുക്കാം. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ടുവേഴ്സ് ദ എൻഡ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആ സ്റ്റോക്കിൻ്റെ പാർട്ട് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെറിയ ഫ്ലോററ്റ്സ് ആക്കിയിട്ട് എടുക്കുക. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായി സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. നന്നായി ഒന്ന് തണുക്കട്ടെ. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. സൂപ്പ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നല്ലൊരു ടേസ്റ്റി ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനകത്ത്. ബട്ടറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് തരിതരിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്യാം. സവാള ഒന്ന് നമുക്ക് ട്രാൻസ്ലൂസൻ്റ് ആവുകയേ വേണ്ടുള്ളൂ, കൂടുതൽ ചൂടാക്കൊന്നും വേണ്ട. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള മിക്സ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ആവശ്യമാണെങ്കിൽ ആ മിക്സി ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ബ്രോക്കോളിനെ ആഡ് ചെയ്യാം. ഇത് ഈ സ്റ്റോക്കിനകത്തിരുന്ന് നന്നായി ഒന്ന് വെന്ത് വരണം. തിക്നെസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രോക്കോളിയുടെ അളവിനനുസരിച്ചിട്ട് പാകത്തിനുള്ള കോൺഫ്ലോർ എടുക്കുക. കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതോടുകൂടെ നന്നായി മിക്സ് ആക്കുക. കട്ടയൊന്നും കെട്ടാതെ നോക്കി മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് അടുത്ത പ്രധാന ഇൻഗ്രീഡിയൻ്റായ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീം ലാവിഷായിട്ട് ആഡ് ചെയ്യാം. അത് നല്ലൊരു നെസ്സും ടേസ്റ്റും ഒക്കെ കിട്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ക്രീം ആഡ് ചെയ്യുന്നതോടുകൂടെ നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ പാകവും അതുപോലെ ഉപ്പിൻ്റെ പാകവും ഒക്കെ നമുക്ക് സെറ്റാക്കണം. ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് അധികം നേരം ഇത് തിളക്കാനൊന്നുമില്ല. കുറച്ച് സമയം തിളപ്പിച്ച ഉടനെ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പ് റെഡിയാണ്. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇതുപോലെ തരിതരിയായി അരിഞ്ഞിട്ടുള്ള ഗാർലിക്കാണ്. ഗാർലിക്കും കൂടെ ആഡ് ചെയ്ത് എനിക്ക് ആ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്നാണെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ്. ഫൈനൽ ടച്ചായിട്ട് ഒരു 1/2 സ്പൂൺ ഷുഗർ ഇടാം. ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്.
ഇതാ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു സ്പെഷ്യൽ അരോമയാണ് ഇതിന്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു ക്രീമി കൺസിസ്റ്റൻസിയും കണ്ടല്ലേ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ടേസ്റ്റി ആൻഡ് ഈസി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സൂപ്പ് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുക്കൊക്കെ ഷെയർ ചെയ്യണം, മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.